വിഷുവിന് ഇത്തവണ സദ്യ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ സുജിയേട്ടനോട് പറയുകയും ചെയ്തതാണ്, നമുക്ക് ഇപ്രാവശ്യം എന്തായാലും വിഷു സദ്യ ഉണ്ടാക്കാം, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാനിങ്. പക്ഷേങ്കിൽ ഇത്തവണത്തെ വിഷു അറിയാലോ, വെനസ്ഡേ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രവാസികൾക്ക് വിഷുവിന് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല. പിന്നെ ചില കമ്പനികൾ ഉച്ചയ്ക്ക് ശേഷവും ചില കമ്പനികൾ റെയർലി വിഷുവിന് ലീവും കൊടുക്കാറുണ്ട്. അത് യൂഷ്വലി മലയാളി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആവാം ഫുൾ ലീവൊക്കെ. അല്ലാതെ ചിലപ്പോൾ മലയാളീസിനൊക്കെ ഉച്ചയ്ക്ക് ശേഷം ചില കമ്പനീസ് കൊടുക്കാറുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, എന്നിട്ടും ഞാൻ പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യാം, രാവിലെ എണീറ്റിട്ടൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് സാരില്ല, ലീവൊന്നും ഇല്ലല്ലോ, അപ്പോൾ രാവിലെ എണീറ്റ് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, കാരണം നമുക്ക് കണി കണ്ടതിന് ശേഷം അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറേ വേറെയും പ്ലാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാം എപ്പോഴുള്ള പോലെ തന്നെ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്നാലും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഓർഡർ ചെയ്ത് കഴിക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് വെനസ്ഡേ ഉച്ചവരെ മാത്രമായിരുന്നു ഡ്യൂട്ടി, ഹസ്ബൻഡിനും ഉച്ചവരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ബഹ്റൈനിലെ തന്നെ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത, ഹൂറയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ മല്ലു കഫേ എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ഹൂറയിലുള്ളത്. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. എനിക്ക് തോന്നുന്നു ഡൈനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് ഈവനിങ്ങിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക, ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്ത ഫുഡായിരുന്നു. അത്യാവശ്യം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണസദ്യയിലുള്ള അത്ര ഇല്ലെങ്കിലും സാധാരണ ഇവിടെ ഓണസദ്യയിൽ 30 ഒക്കെ തരം വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു ഇത്തവണ വിഷു ആഘോഷിച്ചത്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയതുപോലെ സുജിയേട്ടനും മോനൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഫ്രീ ആയി. അപ്പോൾ വന്ന് വേഗം ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ഞാനൊരു വ്ളോഗായിട്ട് ഇട്ടതൊന്നുമല്ല, എന്നാലും നമ്മുടെ ഓരോ മെമ്മറീസ് സൂക്ഷിക്കുന്നത് പോലെ ഞാനിതിങ്ങനെ യൂട്യൂബിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡിസ്ക്രിപ്ഷനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കല്ല, ഇതൊക്കെ മോന് വലിയതാകുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്, എൻ്റെ ചെറുപ്പത്തിലെ ഇതുപോലത്തെ ഓരോ വീഡിയോസും ഇല്ല കേട്ടോ. ഭാഗ്യത്തിന് 2-3 ഫോട്ടോസ് ഉണ്ട്. അതല്ലാതെ ഇതുപോലെ എനിക്ക് കണ്ടിരിക്കാനും അതുപോലെ തന്നെ ബാക്ക് ടു മെമ്മറീസിലേക്ക് പോവാനും ഒന്ന് എൻ്റെ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റുന്ന ഒരു മെമ്മറി മൊമെൻറ്റും ഇല്ല. അന്ന് ഇതുപോലെ കൂടുതൽ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ക്യാമറയും വീഡിയോസൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം മേ ബി. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബെസ്റ്റ് മൊമെൻറ്റ്സും അതുപോലെ ഇതുപോലുള്ള എല്ലാ മെയിനായിട്ടുള്ള മെമ്മറിയിൽ കീപ്പ് ചെയ്യേണ്ട മൊമെൻറ്റ്സൊക്കെ ഞാനിതുപോലെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ഫോണൊക്കെ മാറ്റുമ്പോൾ ഫോണിലുള്ള ഐറ്റംസൊക്കെ പോവും. പിന്നെ ഞാൻ അധികം ഈ പറയുന്ന ആപ്പിലൊന്നും കയറ്റി സൂക്ഷിക്കാറുമില്ല, കാരണം ഇതുപോലെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമൊക്കെ ആകുമ്പോൾ അതിലങ്ങനെ കിടന്നോടും ഈ ഐറ്റംസൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് വിഷുസദ്യയാണല്ലേ. അപ്പോൾ ഇത്തവണത്തെ വിഷുസദ്യയിൽ 2 തരം പായസമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാ തവണയും നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല, നമ്മൾ യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും സദ്യയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടൊരു സ്നേഹം കാണിക്കാറുണ്ട്. അങ്ങനെ നീലു ആണെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ ഇരുന്ന് കളിക്കുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട. അവൻ ഓൾറെഡി ഒരു പ്രാവശ്യം വിഷുസദ്യ കഴിച്ചതാണ്. അപ്പോൾ അവൻ പോകുന്ന സ്ഥലത്ത് നിന്ന് അവിടെ വിഷുസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അവിടെ ഇരുത്തിയത്. എന്നാലും നമ്മുടെ കൂടെയും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ വായിൽ ഓരോ ഉരുള വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതല്ലാണ്ട് അവന് മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു സീനല്ല ഇവിടെ. അവൻ ഓൾറെഡി കഴിച്ച് സെറ്റായിരിക്കുന്നതുകൊണ്ട് ഒരു 2 മിനിറ്റ് എന്തെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോൺ കൊടുത്തു, നെയിലൊന്ന് ഇരുത്താൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൂടെ എന്തെങ്കിലുമൊക്കെ കയറുന്നുണ്ടെങ്കിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു വായിലോട്ട്. അവന് പൊതുവേ പായസം അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. സ്പൈസി ഫുഡിനോടാണ് അവന് കുറച്ചും കൂടെ താല്പര്യം. ഈ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അധികം കഴിക്കാറില്ല, അവന് അത്ര ഇഷ്ടമല്ല. മേ ബി അത് എൻ്റെ അടുക്കുന്ന കിട്ടിയതാവാം, കാരണം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് സ്വീറ്റ്സ്, പാൽ ഇങ്ങനത്തെ ഓരോ ഐറ്റത്തിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ചൊക്കെ കഴിക്കും. ഭയങ്കര കൊതിയോടെ കഴിക്കില്ലെങ്കിലും എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ തീരെ കഴിക്കാറില്ല. അതേ രീതിയിലാണ് മോൻ എത്തിയിട്ടുള്ളത് കേട്ടോ. അവന് പായസം, ലഡു, അതുപോലെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റംസ് ഒന്നും അവന് ഇഷ്ടമല്ല. അവൻ ഇതുപോലത്തെ സ്പൈസി ഐറ്റംസ് എത്ര വേണം കഴിക്കും.
എന്ത് ചെയ്യാനല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവൻ കൊതിയോടെ ഇതുപോലെ പായസം സ്വീറ്റ്സൊക്കെ കഴിക്കണം എന്നുള്ളത്. മേ ബി ഇൻ ഫ്യൂച്ചറിൽ ഞാൻ വലിയതായി കഴിഞ്ഞാൽ ഇതുപോലെ കഴിക്കാൻ പറ്റുമായിരിക്കും.